Hello, welcome back to my channel and I'm your Sabagoras. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്രിപ്റ്റോഗ്രഫി എന്താന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, സൈബർ ഷെഫ് എന്ന് പറഞ്ഞ ടൂളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് സ്പെക്ട്രോഗ്രാഫ്സ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഇത്രയും നാളും വീഡിയോസ് കണ്ടത് എൻ്റെ വേറൊരു ചാനലിലായിരിക്കാം. അപ്പോൾ ആ ചാനലിൽ നിന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലോട്ടെല്ലാം വീഡിയോസ് മാറ്റിയിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇനി എല്ലാ വീഡിയോസും ഈ ഒരു ചാനലിൽ തന്നെയായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കുക. രണ്ട് ചാനൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുന്നില്ല, ഒരൊറ്റ ചാനൽ മാത്രമേ എല്ലാത്തിനും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ ഡോക്ടർ സൈബർ ഗോഡസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലായിരിക്കും നമ്മളുടെ ഇനി തൊട്ടുള്ള എല്ലാ വീഡിയോസും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ കാണുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് എത്ര പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ആണെങ്കിൽ എനിക്കത് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയിന്ന് വരും ചിലപ്പോൾ. അപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നോ രണ്ടോ പേരാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നുവെച്ചാൽ അവർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാല്ലേ. അപ്പം നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ സെക്കൻഡ് ടാസ്ക് ആണ് എന്ത്? സ്പെക്ട്രോഗ്രാംസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ സോണോഗ്രാഫ് എന്നോ വോയിസ് പ്രിന്റ് എന്നോ വോയിസ് ഗ്രാം എന്നോ പറയാനായിട്ട് പറ്റും. ഓഡിയോ സിഗ്നലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഹിഡൻ മെസ്സേജസ് നമ്മൾ പാസ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഓഡിയോ സിഗ്നലിൽ നമുക്ക് ഓരോ ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും. ഒരു വേവ് പോലെയൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മെസ്സേജസ് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് സ്പെക്ട്രോഗ്രാംസ്. ഇവിടെ ഓൾറെഡി ഞാൻ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇവിടെ ആൻസർ പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഈ ടാസ്ക് ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഒരു ഓഡിയോ ഫയലാണ്. ഇതാണ് മെസ്സേജ്. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ജസ്റ്റ് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. അതന്നെ, ഒന്നും മനസ്സിലായില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മെസ്സേജിനെ, ഹൈഡ് ചെയ്ത മെസ്സേജിനെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഹിന്റ് നോക്കാം. ഒഡാസിറ്റി. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടൂൾ ഉണ്ട്. സോണിക് വിഷ്വലൈസർ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ വേവ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവല്ലോ, അതിനുള്ളിലാണ് ഒരു മെസ്സേജ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുക, ഡൗൺലോഡ്സിലോട്ട് പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ബിറ്റ് ഏതാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുക്കാം. എന്നിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മുടെ ഓഡിയോ ഏതാണ്? സീക്രട്ട് ഓഡിയോ. ആ ഒരു ഓഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങളിത് സൂം ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ മൗസിന്റെ കേഴ്സർ അല്ല, സ്ക്രോൾ ബാർ ഇങ്ങനെ ആക്കിയാൽ മതി. ഒന്നും വരുന്നില്ല അല്ലേ? എന്തൊക്കെയോ വേവുകളാണ് അതിൽ പോയി നോക്കുന്നത് അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. മെസ്സേജസ് ഒന്നും കാണാനില്ല. കുറേ ഇങ്ങനെ ഒരു ലൈൻസ് ഒക്കെ പോകുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ മെസ്സേജ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലെയേഴ്സിൽ പോവാം. ലെയേഴ്സിൽ ഇവിടെ കണ്ടോ ആഡ് സ്പെക്ട്രോഗ്രാം, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നേ? SUPER, സൂപ്പർ. ഇങ്ങോട്ട് പോയേ. ഇതെന്താ? SECRET, സീക്രട്ട്. ഇങ്ങോട്ട് പോയേ. MESSAGE, മെസ്സേജ്. സൂപ്പർ സീക്രട്ട് മെസ്സേജ്. അപ്പൊ ആ ഒരു വേവിനുള്ളിലാണ് ഇവർ ഈ മെസ്സേജ് ഹൈഡ് ചെയ്ത് വെച്ച് നോക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഓഡിയോ സിഗ്നൽസിന്റെ വേവ്സിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജസ് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്പെക്ട്രോഗ്രാംസ്. അതല്ലെങ്കിൽ ഇതിനെ സോണോഗ്രാഫ്, വോയിസ് പ്രിന്റ്, വോയിസ് ഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സ്പെക്ട്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണോ എന്നല്ല കേട്ടോ അർത്ഥം. സ്പെക്ട്രോഗ്രാംസിന്റെ ഉള്ളിലാണ് നമ്മളിത് ഹൈഡ് ചെയ്ത് വെച്ചോക്കണത്. സ്പെക്ട്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേവ് സിഗ്നൽസിനെ പറയുന്നത്, ഈ വേവ്സ് ഉണ്ടല്ലോ, ഈ വേവ്സിനെ പറയുന്ന പേരാണ്. ആ ഒരു സിഗ്നൽസിനെ വിഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ഇവിടെ ചെയ്ത് നോക്കുന്നത് വേവ് ആയിട്ട് അല്ലേ. ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് സ്പെക്ട്രോഗ്രാം അല്ലെങ്കിൽ സോണോഗ്രാഫ്. അതിനുള്ളിലാണ് ഇവരെന്തോ ഹൈഡ് ചെയ്ത് വെച്ച് നോക്കുന്നത്.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ചെറിയൊരു വീഡിയോ ചെയ്തതാണ്, നിങ്ങൾക്ക് ഈ ഒരു ടച്ച് വിട്ട് പോകാതിരിക്കാനായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റെഗ്നോഗ്രഫിയുടെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യും. സോ ഡോണ്ട് വറി. ദാറ്റ്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ.